നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQViewsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് ലേറ്റായി, സ്ക്രീൻ കണക്റ്റ് ആവാനായിട്ട് കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 16 പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് 124 ഭാഗത്ത് അല്ലെങ്കിൽ 120 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് 152 പോകുമെന്നാണ് ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതായത് ഇവിടെ താഴെ ഒരു SMA ഉണ്ട് 23,472. ആ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇന്ന് മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസസ് നിലവിൽ കാണുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ SMA താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവണം, 23,472 താഴെ ക്ലോസ് ആവണം. അതേപോലെ 23 ഈ RSI താഴെ പോയിട്ട് എപ്പോൾ തിരിയുന്നു അപ്പോൾ വീണ്ടും സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൺസോൾട്ടേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ സോൺ എന്ന് പറയുമ്പോൾ 23,553, 23,340, 23,472 ഈ ഒരു സോണിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം താൽക്കാലികമായിട്ട് ഞാനൊരു ഡൗൺ പ്രതീക്ഷിക്കും. പിന്നെ ന്യൂട്രൽ ഓപ്പൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, ദെൻ ഒരു റെഡിഷ് ഗ്രീൻ വന്നിട്ട് വീണ്ടും താഴത്തേക്ക് SMAയിലേക്ക് മുട്ടാൻ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ ഒരു എന്താ പറയേണ്ട ഒരു ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ക്യാൻഡലിൻ്റെ ലോവിലാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഡൗണിലേക്ക് വന്നാൽ ഇന്നത്തെ പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് മതി പ്രോഫിറ്റബിൾ ആവാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്യൂ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ പിയിലേക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും അതൊരു ചെറിയ ഗ്രീനിഷ് ക്യാൻഡിലൊക്കെ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഇപ്പോൾ പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഞാൻ നോക്കുന്നത് ഈ ഒരു ലെവലുണ്ട്. അതായത് 250 മുതൽ 59 വരെയുള്ള ഒരു ഏരിയ ഉണ്ട്. അത് ഒരു പോയിൻ്റായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ താൽക്കാലികമായിട്ട് ശ്രമിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗൺ റെസിസ്റ്റൻ്റ് പോലെയൊക്കെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ 250 മുകളിലോട്ട് വന്നാൽ 259. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് 23,700 PE 180 താഴത്തോട്ട്, അതായത് 212 താഴെ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് അവിടെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 180 താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗണിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ സിയിൽ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ അതുവരെ ചെറിയൊരു സിയുടെ മൂവ്മെൻറ്റ് തന്നെയാണ്. ഈ RSI ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ പിയിനെ പറ്റി എന്തായാലും ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ 105 താഴത്തോട്ട് ഫാളായാൽ നമുക്ക് അത് ഡൗൺ ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് വേറെ നമുക്ക് ഇതിലൂടെ ഡെൽറ്റ വാല്യൂ കൂടുതൽ സെലക്ട് ചെയ്യാനുള്ളത് 23,500 സി ആണ് താൽക്കാലികമായിട്ട് നോക്കാൻ പോകുന്നത്. മറ്റേതിന് ഡെൽറ്റ വാല്യൂ ഒരു ഇത്തിരി കുറവാണ്. അപ്പം അതുകൊണ്ട് സിയിൽ സ്ട്രൈക്ക് 23,500 നോക്കുന്നത്. 147 താഴത്തോട്ടൊക്കെ വന്നാൽ മാത്രമേ ഒരു ഡൗണിനെ പറ്റി എന്തായാലും ആലോചിക്കുന്നുള്ളൂ. എല്ലാം ഈ ആഴ്ചയിലെ സ്ട്രൈക്കാണ്. തിങ്കളും ചൊവ്വയൊക്കെ നമുക്ക് ഈ ആഴ്ചയിലെ സ്ട്രൈക്കാണ് ഞാൻ പൊതുവെ നോക്കാറുള്ളത്.
അപ്പോൾ നമുക്ക് ബുധനും വ്യാഴമൊക്കെ ആകുമ്പോൾ ഞാൻ അടുത്ത ആഴ്ചത്തെ സ്ട്രൈക്ക് ആയിരിക്കും നോക്കുന്നത്. സമയം 9:14 ആയിട്ടുണ്ട്. അപ്പോൾ 169 സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 185 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 207 ഭാഗത്തേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എന്തായാലും പിയിൽ 250 മുകളിലോട്ട് വന്നാൽ മാത്രമാണ് 259 ഞാൻ നോക്കുന്നുള്ളൂ. എനിവേ 145 താഴത്തോട്ട് പോയാൽ പിന്നെ സിയുടെ സ്ട്രൈക്ക് നമുക്ക് സ്ട്രൈക്ക് മാറാം. പിന്നെ ആ സ്ട്രൈക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 185 മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോവർ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, കിട്ടിയില്ല, ഇത്തിരി ഡിലേ ആയിപ്പോയി, കുറച്ച് ഡിലേ ആയിപ്പോയി. ആ 167 എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ലോസ് വന്നിട്ടുണ്ട്. എനിവേ അത് വിഷയമില്ല. അപ്പോൾ ആ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ 250 മുതൽ 265 വരെയുള്ള ഒരു ലെവല് നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു എൻട്രി കിട്ടാത്തതുകൊണ്ട് ഞാനത് ഹെഡ്ജ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി മാർക്കറ്റിൻ്റെ അടുത്തൊരു ഡയറക്ഷൻ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം RSIയിൽ പിയിലേക്ക് ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. 250 മുതൽ 265 വരെ ഒരു മൂവ്മെൻറ്റ് പിയിൽ കിടപ്പുണ്ട്. അത് 265 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 269 മാർക്കറ്റ് പിയുടെ മൂവ് ചെയ്യും. 65 മുതൽ ഉള്ള മൂവ്മെൻറ്റ് 75 വരെ, അതായത് പിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ 250 മുതൽ 59 വരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനു മുമ്പ് ഒരു സ്കാൽപ്പ് ചെയ്ത് 167 185 ഒരു എൻട്രി എടുക്കാം എന്നുള്ള കണക്കൂട്ടലിലാണ് എൻട്രി എടുത്തത്. പക്ഷേ ഓർഡർ ഇട്ടിട്ട് പോയി മാർക്കറ്റ് കിട്ടിയത് 185 പിന്നെ ഒരു ലോട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിയിൽ 275 വരെ മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട്. ഓൾറെഡി 275 വരെ പിയിൽ മുട്ടാനുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിയിൽ 293 വരെ മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇൻഡെക്സിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ SMAയിലേക്ക് മുട്ടാനുണ്ട്. അതേപോലെ തന്നെ 23,381 മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ SMA മുട്ടുമോ, SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ പിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അത് 275 വരെ പിയിൽ പോകാനായിട്ടുണ്ട്. മറ്റേത് ആവറേജിങ്ങിന് വേണ്ടി അവിടെ ഇടാം, അത് പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ച് പിടിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആക്കാം. തൽക്കാലം പിയുടെ മൂവ്മെൻറ്റ് 275 ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചാർട്ടൊന്ന് മാറ്റിയിടാം, എങ്കിലേ നമുക്ക് രണ്ടും കമ്പയർ ചെയ്ത് പറയാനായിട്ട് എനിക്ക് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ വരച്ചു വെച്ച റെക്ടാങ്കിൾ ബോക്സിൻ്റെ ലോവർ ലെവലിലാണ് ഇൻഡെക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ SMAയിലേക്ക് മുട്ടും. SMAയിലേക്ക് മുട്ടുമ്പോൾ പി 275 മുട്ടണം. 75 ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടെ 75. അപ്പോൾ രാവിലത്തെ സ്കാൽപ്പിങ്ങിൽ സി കിട്ടാത്ത കൊണ്ടാണ് അവിടെ ഞാൻ പെട്ടുപോയത്. അപ്പോൾ അവിടെ പെട്ടുപോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടനെ അത് ഹോൾഡ് ചെയ്തിരിക്കുകയല്ല ചെയ്തത്. നേരെ പിയിൽ പോയി എൻട്രി എടുത്തിട്ടുണ്ട്. ആ എൻട്രി 275 വരെ വന്നിട്ടുണ്ട്. SMAയിലേക്ക് മുട്ടിയിട്ടില്ല. 1200 ലെവല്. മറ്റേത് സ്കാൽപ്പിങ് സിയിൽ കിട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ വകുപ്പായി പോയേനെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ പിയിൽ പ്രോഫിറ്റ് സിംഗിൾ ലോട്ടിൽ തന്നെ എടുത്ത് മാറായിരുന്നു. അത് ഇറങ്ങാനും പറ്റിയില്ല, സ്കാൽപ്പ് ചെയ്തിട്ട് കിട്ടിയതുമില്ല. ഇപ്പം SMAയിലേക്ക് മുട്ടാനായിട്ട് 23,457 59 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. പിയിൽ 1200 സംതിങ് കിട്ടിയിട്ടുള്ളത് ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സിയിൽ എപ്പോഴെങ്കിലും ആവറേജ് ചെയ്ത് വരികയാണെങ്കിൽ അത് താഴത്തുനിന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം എന്നുള്ള കൺസെപ്റ്റിലാണ് അതവിടെ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം SMA മുട്ടിയിട്ടില്ല. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 280 കൂടെ ബ്രേക്ക് ചെയ്താൽ 292 ഒരു മൂവും കൂടെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 80 ടച്ച്. അപ്പോൾ
അപ്പോൾ 280 ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ചും കൂടെ SMA മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 23,467 23,450 ടച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താ SMA മുട്ടും. അവിടെയും ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ കറക്ഷൻ വന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 23,381 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എടുത്തു. എനിക്ക് 167 എൻട്രി കിട്ടിയില്ല. അല്ലെങ്കിൽ അത് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അത് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനത് നോക്കി നിൽക്കുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ നേരെ എന്ത് ചെയ്ത് നേരെ ഒരെണ്ണം പോയി പീയിലെടുത്ത് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് മറ്റേത് എടുത്തിട്ടുണ്ട്. ഇനി മറ്റേത് തിരിച്ച് ഒരു പകുതി കൂടുതൽ തിരിച്ച് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്കത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയാലും വലിയ വിഷയം വരില്ല. അപ്പം നിലവിൽ പി ക്യാൻഡിലിൻ്റെ ലോവർ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 285 വരെ മാർക്കറ്റ് പോകാനായിട്ട് നിൽപ്പുണ്ട്. 281 82 ബ്രേക്ക് ചെയ്താൽ 85 കൂടെ പോകാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്. കാരണം SMA ഇൻഡെക്സ് മുട്ടിയിട്ടില്ല. അപ്പോൾ 23,450 ടച്ച് ചെയ്യാനുണ്ട്. അത് അടുത്ത ഒരു ജമ്പിൽ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ചാർട്ട് ആ രീതിയിലായതുകൊണ്ട് 85 വരെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് പിയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്തായാലും SMA മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ SMA നേരെ മുകളിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ 282 മുതൽ 84 83.5 84 വരെ പോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ബഫർ. അതിനർത്ഥം ഇനി ഒരിക്കൽ കൂടെ 85 വരാനായിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. ഞാൻ 85 വിട്ട് പോകുന്നില്ല. ചിലപ്പോൾ ഇനിയും വന്നേക്കാം. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ഇപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിലും ലോസ് ആണെങ്കിലും ലോസ് ഒരു പരിധി കൂടുതലൊന്നും പോയിട്ടില്ല. അത് കൺട്രോൾ ചെയ്ത് നിർത്തി പോയത് കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ ആവറേജ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഈസി ആയിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 282 ബ്രേക്ക് ചെയ്താൽ ഒരു തവണ കൂടി 282 അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 285 ഒരു മൂവ് കൂടെ കിട്ടും. കാരണം ക്രോസ് ഓവർ റെഡിലേക്ക് കയറണം, എങ്കിലേ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഒന്നാമത് വരത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ റെക്ടാങ്കിൾ ബോക്സ് വരച്ച ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സെയിൽ സ്കാൽപ്പ് ചെയ്തെടുക്കാമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല, വേണ്ട വിധത്തിൽ വർക്കൗട്ട് ആയില്ല. എനിവേ, അപ്പോൾ അതിൽ സങ്കടപ്പെട്ടിരിക്കാനൊന്നും നമ്മളാളല്ല. നമ്മളടുത്ത പരിപാടി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഞാനത് കാണിക്കാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വീഡിയോ റെക്കോർഡിങ് ഓൺ അല്ലായിരുന്നു. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ചെയ്തതൊന്ന് കാണിക്കാം. ഇവിടെ ഒന്നും കൂടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുള്ളൂ. 7,848 ഇതിൻ്റെ പ്രോഫിറ്റ്. ഞാനത് വീണ്ടും ഒന്നും കൂടെ ക്ലോസ് ചെയ്യുകയാണ്. 7,000 രൂപ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. എന്തുകൊണ്ട് ബുക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് പോയപ്പോൾ പറഞ്ഞു 284 ഭാഗത്തേക്ക് എന്തായാലും ഞാൻ തിരിച്ചു വരും. 284 ഭാഗം മിച്ചമിട്ടിട്ട് പോയതാണ്, അതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ RSI ക്രോസ് ഓവറും കൂടെ വന്ന സ്ഥിതിക്ക് 284 മൂവ്മെൻറ്റ് കുറച്ച് ലോട്ട് കൂട്ടിയെടുത്തു. അപ്പോൾ ഇവിടെ 3,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. ആ 3,000 രൂപ ലോസ് 7,000 പ്രോഫിറ്റായിട്ട് ടാലി ആക്കിയപ്പോൾ 4,000 രൂപ നെറ്റ് പ്രോഫിറ്റ്. പിന്നെ ഓൾറെഡി ആദ്യത്തെ മൂവ്മെൻറ്റിൽ കിട്ടിയ സീയുടെ 1,000 രൂപ കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി സിയിൽ ഒരു എൻട്രി നോക്കുന്നുണ്ടെങ്കിൽ ഈ RSI ക്രോസ് ഓവറായി വന്നതിന് ശേഷം മാത്രമേ
സിയിലേക്കുള്ളൊരു എൻട്രി ഇനി നോക്കുന്നുള്ളൂ. അപ്പോൾ 284-85 ഭാഗം മിച്ചമിട്ടിട്ടാണ് റെഡ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും അങ്ങോട്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റ് സ്ഥിരമായിട്ട് ഈ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ധൈര്യപൂർവ്വം കുറച്ച് ലോട്ട് എടുത്തിട്ട് ലോസ് റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ രണ്ടാമത് പിന്നെയും എന്തുകൊണ്ടാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9:31 15 മിനിറ്റ്സിൻ്റെ ലെവൽ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ആകെ കൺഫ്യൂസ്ഡ് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം കിടന്നേച്ച 4 മണിക്കൂറിൻ്റെ ക്യാൻഡിലായിരുന്നു. എന്നാൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞാൽ മതി. 4 മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് SMA ടച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു 9:31 എന്തുകൊണ്ട് ക്യാൻഡിൽ മാറിയിട്ടില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്ത ഗ്യാപ്പ് ഫില്ലിങ് 23,381. ഒന്നാമത്തെ കേസ് ഇന്ന് എനിക്ക് മൂന്നാമത്തെ സ്ക്രീൻ കണക്റ്റ് ആയിട്ടില്ല. അത് കണക്റ്റ് ആവുന്നില്ല, വൈഫൈയുടെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റൊക്കെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ രാവിലെ ഞാൻ ഫോറക്സിൻ്റെ വ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ മോണിറ്റൈസേഷൻ എന്തോ ഒരു പ്രശ്നം വന്ന കാരണം അത് ഡിലീറ്റ് ചെയ്യണം, അതിലെ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ രാവിലെ മൊത്തത്തിലൊരു എന്താ പറയണ്ട ഒരു ഹറിബറി ആയിരുന്ന കാരണം ഒക്കെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ഇന്ന് പറ്റിയില്ല. അപ്പോൾ നിലവിലെ 4 മണിക്കൂറിൻ്റെ ക്യാനിൽ അവിടെ അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 23,381 എൻ്റെ ഫൈനൽ ടാർഗറ്റ്. ആ ടാർഗറ്റിലേക്ക് മുട്ടുമ്പോൾ ഇപ്പം 308 സ്ട്രൈക്ക് നിൽക്കുന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. 4 മണിക്കൂറിൻ്റെയൊക്കെ നമ്മൾ അങ്ങനെ നോക്കാറേ ഇല്ല. 4 മണിക്കൂറിൻ്റെ RSI ഓൾറെഡി താഴത്തേക്കാണ്. അപ്പോൾ ഉർവശി ശാപം ഈ ഉപകാരമായി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. 308 നിൽക്കുന്നത്. 23 സംതിങ് ഭാഗത്തൊരു കൺസോൾട്ടേഷൻ സോണുണ്ട്. നമുക്ക് 5 മിനിറ്റിലേക്ക് കൂടി ഇന്ന് മാറ്റി നോക്കാം എന്താണ്. 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. 23,425 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഒരു മെജോറിറ്റി ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ട് സേഫ് ആവേണ്ട ഒരു പൊസിഷനാണ്. കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്കൗട്ട് താഴത്തോട്ട് കിട്ടിയാൽ 23,381 ഭാഗത്തേക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി വരും. 15 മിനിറ്റ്സിന് നോക്കുമ്പോൾ വലിയ ഗ്യാപ്പ് ഫില്ലിങ്ങാണ്. പക്ഷെ 4 അവർ നോക്കുമ്പോൾ അത് അത്ര വലിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഒന്നും അല്ല. അപ്പോൾ ഇവിടെ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിട്ടേ മാർക്കറ്റ് ഡൗണിലേക്ക് എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 304 പ്രീവിയസ് ഡേയുടെ ഒരു ഹൈയിലാണ് മാർക്കറ്റ് പോയി ടച്ച് ചെയ്ത് നിൽക്കുന്നത്. RSI ഓൾറെഡി മേളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ അല്ലെങ്കിൽ സിയിൽ റീക്രോസ് ഓവർ ആവാതെ നമുക്കൊരിക്കലും സിയിലൊരു എൻട്രി ഞാൻ എന്തായാലും നോക്കുന്നില്ല. ഓൾമോസ്റ്റ് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ മൊത്തത്തിലുള്ളൊരു വ്യൂ മനസ്സിൽ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ വീഡിയോ ലൈവ് വീഡിയോ എൻ്റെ ട്രേഡിങ് രാവിലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഈ പറയണ പോലെ വല്ല വാഴയ്ക്കോ പച്ചക്കറിക്കോ ഒക്കെ വെള്ളം ഒഴിക്കാൻ പോവുകയൊക്കെ നടക്കത്തുള്ളൂ. ആരോഗ്യം കളഞ്ഞിട്ടുള്ളൊരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. രാവിലെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ്. എങ്കിലും ആ കൺഫ്യൂസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലെപ്പോഴും ഒരു കോൺസെൻട്രേഷൻ വേണം. ഒരു ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ മനസ്സ് റിലാക്സ്ഡ് ആയിരിക്കണം. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അപ്പോൾ എൻ്റെ മനസ്സ് രാവിലെ മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ എന്നായിരുന്നും ഞാൻ ആ ബ്ലാങ്കിനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ആ ടെൻഷൻ അല്ലെങ്കിൽ അനലൈസിങ്ങിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ എൻ്റെത് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ടി വിയിലൊക്കെ വന്ന പോലെ ബ്ലാങ്ക് വന്ന പോലെ വന്നപ്പോഴത്തേക്കും ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഹെഡ്ജ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്തത്. അതുകൊണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഒരു ലോസിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ലോട്ട് കൂട്ടിയെടുത്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ 1000 രൂപ താഴത്തോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ചിലപ്പോൾ കിട്ടുന്നത് 2 ലോട്ടാണെങ്കിൽ ആ മൂവ്മെൻറ്റ് ടാർഗറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും 2000 രൂപ ലോസ്, ഇപ്പുറത്ത് 4000 രൂപ. 2000 രൂപ ലോസ് അപ്പം തന്നെ റിക്കവർ ആവും. അത് 1000 രൂപ ലോസ് ഓപ്പോസിറ്റ് എടുത്തിട്ട് ഹെഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് 1000 രൂപ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് 2000 രൂപ, അതായത് 1000 രൂപ ഒരു സ്ട്രൈക്ക് ലോസ് നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുന്ന 2ഓ 3ഓ ലോട്ടോ ആണെങ്കിൽ അവിടെ നിന്ന് 1000 കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് 1000 പോകുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായിരിക്കും? ആ 1000ന് പകരം 2000 കിട്ടും. 2000 കിട്ടുമ്പോൾ എന്താ ഗുണം? ആദ്യത്തെ 1000 നമ്മൾ നോർമലി പോയതും രണ്ടാമത് പോയത് 1000 കൂടെ തിരിച്ച് കിട്ടി, കോസ്റ്റ് ടു കോസ്റ്റ് ആവും. പിന്നെ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ആവറേജ് ചെയ്ത് റിവേഴ്സ് വരുമ്പോൾ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനേ ഉള്ളൂ.
അല്ലാതെ മൈനസിലേക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ട് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അവിടെ ക്വിക്ക് ആക്ഷൻ എടുക്കാൻ നോക്കണം. റെഡ് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ ആവരുത്, അതിനെ തിരിച്ചു പിടിക്കാനുള്ള പരിപാടി അവിടെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഹെഡ്ജിങ്, ഒരു പാനിക് സിറ്റുവേഷനിലൊക്കെ ഹെഡ്ജ് ചെയ്തിടുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ഇന്ന് കൈകാര്യം ചെയ്തത് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടാവണം? ധൈര്യം ഉണ്ടാവണം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാവണം, അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. എല്ലാത്തിനേക്കാളും ഉപരി ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവണം. അതിപ്പോൾ ഒരു അക്കൗണ്ടിലാണെങ്കിലും 2 അക്കൗണ്ടിലാണെങ്കിലും. ഞാനെപ്പോഴും 2 അക്കൗണ്ടിൽ ഫണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരെണ്ണം എന്തെങ്കിലും സിസ്റ്റം ഹാങ് ആവാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവരുടെ സെർവർ ഡൗൺ ആവാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിലും കൂടെ ഒരു ഇത്തിരി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെഡ്ജ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഹെഡ്ജ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയും കൂടെ നല്ലതാണ്. അത് ചിലപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് അതേ ഇതിൽ തന്നെ ചിലപ്പോൾ വൈഫിൻ്റെ ആയിരിക്കാം. നമുക്ക് വേണേൽ അച്ഛൻ്റെ അക്കൗണ്ടിൽ എടുത്തിടാം, അമ്മയുടെ അക്കൗണ്ടിൽ എടുത്തിടാം, അങ്ങനെയൊക്കെ എടുത്തിടാം. എനിവേ, എൻ്റെ രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ നിങ്ങൾക്ക് ഈ ഒരു ശൈലി പിന്തുടർന്ന് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് ഒരു 6 മാസം കൊണ്ട് ശ്രമിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം, എന്നെ നേരിട്ട് വിളിക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.